അടുത്തതായിട്ട് ശ്രീ കെ ആൻസലൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സാർ, 2024-25 ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. സാർ, ഇവിടെ ഒരുപാട് ചർച്ചകൾ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് അപഗ്രഥിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രദേശമാണ് കേരളം. ഗോഡ്സ് ഓൺ കൺട്രിയാണ്. വിശാലമായിട്ടുള്ള കടൽ പ്രദേശവും മലയോര പ്രദേശവും കഴിഞ്ഞാൽ കുറച്ചു മാത്രം വിസ്തൃതിയുള്ള ഇടനാടാണ് നമ്മുടെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം അധിവസിക്കുന്നത്. ഇന്ത്യയിലെ ജനസാന്ദ്രതയിൽ കേരളത്തിലെ ജനസാന്ദ്രത ഇരട്ടിയാണ്. ഏകദേശം 840ഓളമാണ് ഒരു ചതുരശ്ര കിലോമീറ്ററിന്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വിഭവ സമാഹരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സേവനം നമുക്കില്ല. കാർഷിക ഉൽപാദന മേഖലയുടെ അവസ്ഥയും നമുക്കറിയാം, പരിമിതമാണ്. മറ്റ് വ്യവസായ അനുബന്ധ മേഖലയിലും കേരളത്തെ സംബന്ധിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ പുരോഗതി നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 28ാം സ്ഥാനത്തേക്ക് ഏറ്റവും പിന്തള്ളപ്പെട്ട കേരളത്തിലെ വ്യവസായിക അഭിവൃദ്ധി കഴിഞ്ഞ 8 വർഷക്കാലത്തെയും പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെയും വ്യവസായ മേഖലയിലെ അഭിവൃദ്ധിയുടെ ഭാഗമായി നമുക്കത് 15ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിന്റെ പരിധിക്കപ്പുറത്ത് നമ്മുടെ ചെലവുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുന്ന രൂപത്തിലേക്ക് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ നീതി ആയോഗിന്റെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ദരിദ്രത്തിന്റെ കണക്കിൽ കേരളം അഭിമാനകരമായി തന്നെയാണ് ഇന്ത്യയിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത്. 0.7% എന്ന് പറയുന്നത് ഏകദേശം 60,000-ഓളം വരുന്ന കുടുംബങ്ങളാണ് കേരളത്തിൽ ദാരിദ്ര്യ പട്ടികയിൽ താഴെ നിൽക്കുന്നത്. അവിടെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്കത് അതിൽ തന്നെ പകുതിയിലധികമായി കുറയ്ക്കുന്നതിനും കേവലം 3.5%, 0.5% നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്നൊരു കുട്ടി പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയില്ലാത്ത രൂപത്തിലേക്ക്, എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള മുന്നേറ്റത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ റിപ്പോർട്ടിലും ആനുവൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, എഡ്യൂക്കേഷൻ ആനുവൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ 1928 മാർക്കോടുകൂടി കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നല്ല നിലയിൽ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. ആരോഗ്യരംഗത്ത് നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ടല്ലോ, ഒരു 6 വർഷത്തിന് മുമ്പാണല്ലോ ഉത്തർപ്രദേശിലെ ഒരു മെഡിക്കൽ കോളേജിനകത്ത് ഓക്സിജന്റെ കുറവ് കൊണ്ട് നിരവധി കുഞ്ഞുമക്കൾ മരണപ്പെട്ട സംഭവം സൂചിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളുകൾ പുറത്തു വരുമ്പോൾ അവിടെ 8 ജില്ലകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലെ ആരോഗ്യരംഗത്തെ പരിപാലനത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ ഫലപ്രദമായിട്ടുള്ള ആരോഗ്യ സംവിധാനം നമുക്ക് അത് എല്ലാ വിഭാഗ ജനങ്ങൾക്കും സൗജന്യമായി ആരോഗ്യരംഗത്ത് സേവനം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ വളരെ ശക്തിയായി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോരോ മേഖലയെ സംബന്ധിച്ചെടുത്ത് പരിശോധിക്കുന്നില്ല. ഇവിടെ റവന്യൂ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻ ഗവൺമെന്റ് കാലത്ത് ഏകദേശം 3.5 ലക്ഷത്തിൽ അടുപ്പിച്ചു വരുന്ന ആളുകൾക്ക് പതിറ്റാണ്ടുകളുടെ അവരുടെ ആവശ്യം അത് ദീർഘകാലമായി തലമുറയായി താമസിക്കുന്ന ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരം നടന്ന നാടാണ്. അവിടെയാണ് ഒരു പ്രയാസവും സമരങ്ങളും നടത്താതെ കേരളത്തിൽ അവരുടെ ഭൂമിക്ക് അവകാശികളായി പട്ടയ വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. റവന്യൂ വകുപ്പിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നമുക്കറിയാം, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രയാസമേറിയ അവസ്ഥകൾ പരിഹരിക്കുന്നതിനും ഡിജിറ്റലൈസേഷൻ നടത്തിക്കൊണ്ട് ആ രംഗത്ത് ഏത് ഭൂമിക്കും ഒരു ജില്ലയ്ക്കകത്ത് ഏത് രജിസ്റ്റർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഡിജിറ്റൈസേഷൻ സംവിധാനമടക്കം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകൾ പുതിയ മന്ദിരങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസുകൾ ഏറ്റവും ജനസൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നെയ്യാറ്റിക്കര അസംബ്ലി മണ്ഡലത്തിനകത്ത് പ്രധാനമായും 3 വില്ലേജ് ഓഫീസുകൾ, പെരുമ്പഴൂർ, ചെങ്കൽ, അതുപോലെ കാരോട് വില്ലേജ് ഓഫീസുകൾ പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിനും അതിയന്നൂർ വില്ലേജ് ഓഫീസ് ഇപ്പോൾ നെയ്യാറ്റിക്കര നഗരസഭാ പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത്. അത് അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്തു തന്നെ നടത്തുന്നതിനാവശ്യമായ നിലപാടുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വേഗതയിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം. അതുപോലെ തന്നെ മറ്റൊന്ന് നെയ്യാറ്റിക്കര താലൂക്ക് ഓഫീസ് പൈതൃക മന്ദിരമാണ്. ഇവിടെ നേരത്തെ അക്ബർ സൂചിപ്പിച്ചതുപോലെ നെയ്യാറ്റിക്കര തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് വെടിവയ്പ് നടന്നത് നെയ്യാറ്റിക്കരയിലാണ് 1938 ആഗസ്റ്റ് മാസം 31-ാം തീയതി. അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കെ പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായി നേരിട്ട് നിന്ന് നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തിന്റെ ഭാഗമായി 8ഓളം വരുന്ന ദേശസ്നേഹികൾ പിടഞ്ഞുകൊണ്ട് മരിച്ച രക്തസാക്ഷി മണ്ഡപം അടക്കമുള്ള ആ പൈതൃക മന്ദിരത്തെ ഒരു
നല്ല മന്ദിരമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടാകണം. സബ് രജിസ്ട്രാർ ഓഫീസ് ഏകദേശം ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ്. പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ അമിതമായി ആഹ്ലാദിച്ച് മനം മറന്ന് നിൽക്കുന്ന UDF-കാരടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 19 സീറ്റിൽ പരാജയപ്പെട്ട് 19 സീറ്റിൽ നിങ്ങൾ വിജയിച്ച് ഇവിടെ വരുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിനി ഭരിക്കാനുള്ള അവകാശമില്ല, ഇതൊരു കെയർടേക്കർ മന്ത്രിസഭയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് ഇവിടെ നിയമമൊന്നും പാസ്സാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെയാണ് ഇവർ വിളിച്ചു കൂടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, അതിനുശേഷം ഇടതുപക്ഷം പരാജയപ്പെട്ട് കൃത്യം ഒരു 60-70 ദിവസം കഴിയുമ്പോഴാണ് കേരളത്തിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ സീറ്റ് വേക്കൻ്റാണ്. അതിൽ പാലയുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, കോന്നിയുണ്ട്, അരൂരുണ്ട്, അതുപോലെ എറണാകുളമുണ്ട്, മഞ്ചേശ്വരമുണ്ട്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ നിലംപരിശാക്കാമെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ചുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൽ നിന്നൊരു സീറ്റ് എടുത്ത് പാല മാത്രം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, പാല ബഹുമാനപ്പെട്ട എസ്എനായിട്ട് മാണിസാറിന്റെ സ്വന്തം തട്ടകമാണ്. അരനൂറ്റാണ്ട് കാലത്തിലധികമായി UDF-ന്റെ ശക്തമായ കേന്ദ്രമാണ്. ആ പാലയിൽ കൂടി ഇടതുപക്ഷത്തെ നിലംപരിശാക്കിയിട്ട് കേരളത്തിലെ വലതുപക്ഷ ശക്തികൾക്ക് യഥേഷ്ടം മുന്നോട്ട് പോകാമെന്ന വ്യാമോഹമായി പാലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നിങ്ങളോർക്കണം, നിങ്ങളുടെ കയ്യിലിരുന്ന പാലമണ്ഡലം, പ്രിയപ്പെട്ട മാണിസാറിന്റെ സ്വന്തം തട്ടകമായ പാലമണ്ഡലം, UDF-ന്റെ കേന്ദ്രമായ പാലമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വലിയ തിരഞ്ഞെടുപ്പ് പരാജയം ഏറ്റ് നിൽക്കുമ്പോൾ പാലമണ്ഡലത്തിൽ കൂടി തിരിച്ചു നൽകിക്കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നു. അതുമാത്രമല്ല, ഇന്ന് ചെയറിലിരിക്കുന്ന VK പ്രശാന്ത്, അവിടെ UDF-ന്റെ മേൽക്കൈയുണ്ടായിരുന്ന മുരളീധരൻ രാജിവെച്ചു പോയ വട്ടിയൂർക്കാവ് മണ്ഡലം, ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അതിനു മുമ്പ് നടന്ന 3 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ 3-ാം സ്ഥാനത്തുള്ള ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സഖാവ് VK പ്രശാന്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വലതുപക്ഷ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നത്. കോന്നി 23 വർഷം അടൂർ പ്രകാശ് കൈവശം വെച്ചിരുന്ന കോന്നിയിൽ ജനീഷ് കുമാർ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടിയുയർത്തിക്കൊണ്ട് തിരിച്ചു വരുന്ന എഴുത്ത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സഹതാപത്തിന് പേര് നഷ്ടപ്പെട്ട അരൂർ മണ്ഡലം, ഇപ്പോൾ അരൂർ മണ്ഡലം ജലീമയിൽ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം അന്ന് നമ്മൾ തിരിച്ചു വരുന്ന പാതയൊരുക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഇടതുപക്ഷം ആകെ തന്നെ ഇല്ലാതായി. ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആന്റണിയാണ്. ആന്റണി എന്താ പറഞ്ഞത്? 100 വർഷക്കാലത്തേക്ക് കേരളത്തിലെ അസംബ്ലി കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കില്ലെന്ന് ആന്റണി പ്രഖ്യാപിച്ചു. ആന്റണിയുടെ ഗതികേട് എന്താ ഇന്ന്? ആന്റണിക്ക് നാവിടത്ത് കേരളത്തിലെ കോൺഗ്രസിനെയോ ഇന്ത്യയിലെ കോൺഗ്രസിനെയോ സംസാരിക്കാൻ കഴിയുന്നതുണ്ടോ? സ്വന്തം ചോരയിൽ പിറന്ന മകനെ BJP-യുടെ സ്ഥാനാർത്ഥിയായി എടുത്തുകൊണ്ട് ആന്റണി എന്ന് പറയുന്ന ആള് കോൺഗ്രസിൽ നിന്ന് മൗനിയായി മാറുന്ന കാഴ്ചയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 5 കോൺഗ്രസ് BJP-ക്ക് സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തത്. എവിടെയൊക്കെയാണ്? മാവേലിക്കര മണ്ഡലത്തിൽ. ആരാ മാവേലിക്കര മണ്ഡലത്തിലെ BJP-യുടെ സ്ഥാനാർത്ഥി? നിങ്ങളുടെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. കണ്ണൂരിലെ BJP-യുടെ സ്ഥാനാർത്ഥി ആരാ? പിണറായി വിജയനെതിരായി നല്ല സ്ഥാനാർത്ഥി അന്വേഷണം നടത്തിയത് KPCC-ക്കെതിരായി രഘുനാഥനാണ്. ആ രഘുനാഥൻ BJP-യുടെ കണ്ണൂരിലെ പാർലമെന്റ് സ്ഥാനാർത്ഥി. മലപ്പുറത്തെ BJP-യുടെ സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന്റെ മുൻ നേതാവ്. മറ്റൊരു സ്ഥാനാർത്ഥിയാണല്ലോ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ നേതാവാണല്ലോ ആന്റണിയുടെ മകൻ, BJP-യുടെ സ്ഥാനാർത്ഥി. 5 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ BJP മത്സരിച്ച 16 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ BJP-യുടെ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാൻ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ UDF-ഉം കോൺഗ്രസും. നിങ്ങൾ ഇടതുപക്ഷത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. 2004 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 2004 ഇടതുപക്ഷത്തിന്റെ 64 MP-മാർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആളിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പിന്തുണ കൊടുക്കുമ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഈ കൊച്ചു കേരളത്തിലും കോൺഗ്രസ് നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ടകളുടെ കഥകൾ നിങ്ങൾ ഓർക്കണം. പശ്ചിമ ബംഗാളിൽ സിത്താർ ശങ്കരയുടെ 7 വർഷക്കാല ഭരണത്തിന് കീഴിൽ 800ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ചു. ത്രിപുരയിൽ താൽക്കാലികമായി 88-ൽ നിങ്ങൾ അധികാരം പിടിച്ചെടുക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വേട്ടയാടി. ഈ കേരളത്തിൽ ഇവിടെ അഹിംസാവാദികളായി മാറുകയാണ്. അയ്യോ, ബോംബുണ്ടാക്കാത്തവരാണ്, ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ട വിൻസെന്റ് അറിയാമല്ലോ, 1991 നവംബർ മാസം 26-ാം തീയതി കാഞ്ഞിരംകുളത്തെ മുൻ മന്ത്രി രഘുചന്ദ്രപാലിന്റെ വീട്ടിന്റെ അടുത്ത് ജയകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഉച്ചസമയത്ത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിനകത്ത് അടിച്ചു കയറി കോൺഗ്രസ് ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയത്.
അപ്പുറത്ത് നെല്ലിവിളയിൽ ജസ്റ്റിസ് രാജനെ കൊലപ്പെടുത്തിയത് ആരാണ്? കോൺഗ്രസിന്റെ ഗുണ്ടകളല്ലേ? ചിമേനിയിലെ 1987 മാർച്ച് മാസം 23 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിമേനിയിലെ പാർട്ടി ഓഫീസിൽ ഒത്തുകൂടിയ CPM-ന്റെയും ഇടതുപക്ഷ പ്രവർത്തകരെയും 5 പേരെ തീയിട്ടും കശാപ്പ് ചെയ്ത കോൺഗ്രസ് അല്ലേ? ആ സമാധാനത്തിന്റെ പ്രേമികൾ പറയുകയാണ്, ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് പുച്ഛമാണ്. നിങ്ങൾ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ കരുത്ത് എന്ന് പറഞ്ഞ ജനങ്ങളുടെ ഇടയിലാണ്. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ വലതുപക്ഷത്തിനെതിരായി BJP-ക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള അതിശക്തിവക്തായിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ, വിദ്യാർത്ഥി പോരാട്ടങ്ങൾ, സ്ത്രീപക്ഷ പോരാട്ടങ്ങൾ, തൊഴിലാളി വർഗ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിലെല്ലാം കാമ്പെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്, തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് എവിടെയാ? കോൺഗ്രസ് ഇന്ത്യയിൽ ഏതെങ്കിലും സമരത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം മോഡി ഗവൺമെന്റിനെതിരെ നേതൃത്വം നൽകിയിട്ടുണ്ടോ? ഇവിടെ അക്ബർ സൂചിപ്പിച്ചല്ലോ. ഇവിടെ വയനാടിൽ പ്രിയങ്ക മേഡം വരുന്നുണ്ട്. പ്രിയങ്ക മേഡയുടെ പ്രിയപ്പെട്ട ഭർത്താവ് വഡോര 280 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJP-ക്ക് ദാനം ചെയ്തു. എവിടെ അന്തർധാര കിടക്കുന്നത്? ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു സാർ. ഈ കേരളത്തിൽ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് UDF അണിയറയിൽ സ്വീകരിക്കുന്നത്. SDPI, ജമാഅത്ത് ഇസ്ലാമി, RSS, വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാ രൂപത്തിലുള്ള പ്രതികൂല ശക്തികളുമായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനകത്ത് ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം ഉയർത്തിക്കൊണ്ടുവന്നാൽ ആ രാഷ്ട്രീയ സഖ്യത്തെ ഇല്ലായ്മ ചെയ്തതിനുള്ള കരുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം വരുന്ന ആളുകൾ അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.